കെ മധു, ദുരിതാശ്വാസ കേന്ദ്രത്തിൽ എന്താണ് അവസ്ഥ എന്ന് എടുത്തു ചോദിക്കേണ്ടതില്ല. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കടം പൊട്ടി ഒഴുകാനിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഒരു കൂരയ്ക്ക് കീഴെ ഒത്തുചേർന്നിരിക്കുകയാണല്ലോ. അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കൂ മധു. ഇവിടെയുള്ളവർക്കും മിണ്ടാനാവാത്ത അവസ്ഥ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ വന്നു നിൽക്കുന്ന ആളുകളാണ്. അവരുടെ സങ്കടങ്ങൾ അതുമാത്രമാണ്. ഇവിടെ നമുക്ക് ഒരാളോട് സംസാരിച്ചാലും ആ നിമിഷം എന്ത് പറയണം എന്ന് അറിയാനാവാത്ത ഒരു അവസ്ഥയാണ്. എൻ്റെ ഒപ്പം സ്വാമിദാസ് ഉണ്ട്. സ്വാമിദാസിന്റെ വൈഫ് ഹൗസ് നമ്മൾ ഇന്നലെ നിന്ന വെള്ളാർമല സ്കൂളിൽ നിന്ന് കുറച്ച് മുകളിലായിട്ടായിരുന്നു. ഞാൻ നേരത്തെ ആദ്യത്തെ ദിവസം നമുക്കൊപ്പം നിന്ന് രമേശിന്റെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നു. അവരുടെയും വീടിന് അവിടെ വീടിരിക്കുന്ന ആ സ്ഥലം തന്നെ ഇല്ല, അതിൻ്റെ മുകളിലായിട്ടായിരുന്നു സ്വാമിദാസിന്റെ ഭാര്യ വീടുണ്ടായിരുന്നത്. അവിടെ വീട്ടുകാരൊക്കെ ഇപ്പൊ എങ്ങനെ? വീട്ടുകാര് 3-4 പേര് പോയില്ലേ? 6 പേരാണ് മിസ്സിങ് ആണ്. അതിൽ 3 പേര് കിട്ടി. അളിയൻ്റെ ഭാര്യ ഒരു 8 വയസ്സ് മോളെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മോള് 9 വയസ്സാണ്. ഇനി അമ്മോസനും ഒരു 67 വയസ്സും, ഇനി അമ്മയമ്മ 55 വയസ്സും. ഇനി 3 പേര് കിട്ടാണ്ട് ഞങ്ങൾ 3 ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആംബുലൻസിലൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും എന്തെങ്കിലും വിവരം ഉണ്ടായാലും എൻ്റെ മോളെ 9 വയസ്സ് മോളാണ്, അനന്തികയാണ് പേര്, ഒന്ന് വിവരം അറിയിക്കണം. എൻ്റെ മുഖം കണ്ടാൽ മതി, ഇത്ര പറയാനുള്ളൂ. 3 ദിവസമായിട്ട് ക്യാമ്പിൽ നിൽക്കുകയാണ്. ഉറക്കമില്ലാതെ മോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോളും 3 നേരം കിട്ടാണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടിയില്ല. അവിടെ ഇല്ലായിരുന്നു. ഞാൻ എരുമാട് അവിടെയാണ് ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഹൗസ് അവിടെ ചൂരമലയാണ്. ആ വെള്ളാർമല ഈ പ്രാവശ്യം ചേർത്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെയായിരുന്നു. നിർബന്ധം കൊണ്ട് ഇവിടെ ചേർത്തിയതാണ്. ഇപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നേ തേടിയാണ്, ഒന്നും കിട്ടിയില്ല. പക്ഷേ അയൽക്കാരെ കിട്ടിയാലും ഒന്ന് അറിയിക്കണം. മുഖം കണ്ടാൽ എനിക്ക് മതി, വേറെ ഒന്നും പറ്റ. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതു പേരൻസ് വരാൻ പാടില്ല. മോത്തി ഇതുപോലുള്ള ആളുകളാണ് ഇവിടെ കാണുന്നത് എല്ലാം. ആ വിധത്തിൽ തന്നെ നമുക്ക് ഇവരോട് പറയുമ്പോഴൊക്കെ, ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷമവും ഇത് തന്നെയാണ്. അത് എങ്ങനെ പറയണം, എന്ത് പറയണം? ഇപ്പോഴും ആ മോള് കടന്നു വരും എന്നൊക്കെ ആ പ്രതീക്ഷ കൂടിയാണ് ഇവരെ ക്യാമ്പുകളിലൊക്കെ എത്തിക്കുന്നത്. ആ സങ്കടങ്ങൾക്ക് നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതൊരു ആളോട് ഒരു വീട്ടിൽ ചെന്ന് നമുക്കിത് ചോദിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത് മാനസികമായ ആഘാതത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. അവരോടിത് വീണ്ടും ചോദിക്കുക എന്ന് പറയുന്നത് അവരെ ആ പഴയ മാനസികാഘാതത്തിലേക്ക്, ആ 3 രാത്രി മുന്നുള്ള സങ്കടത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളോടും അത് ചോദിക്കുക. അവിടെ തിരിച്ചു പോയി ഒന്നും ഉറങ്ങാനാവില്ല. അവിടെ തിരിച്ചു പോയില്ലെങ്കിലും ഒന്നും ഉറങ്ങാനാവില്ല. ഇന്നലത്തെ ഒരു രാത്രിയാണ് അവരൊന്ന് കിടന്നത്. ആ രാത്രി കഴിയുമ്പോഴും ഇനി മനസ്സിൽ നിന്ന് ഈ മുരൾച്ചയാണ്. കണ്ണടച്ചാൽ ആ പൊട്ടി വരുന്ന അതാണ് ഇവർ കേൾക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ നടുക്ക് നിൽക്കുമ്പോൾ ശരിക്കും വലിയ തോതിൽ വലിയ വിഷമമുണ്ടാക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കാണുന്ന. ഓരോ കുടുംബത്തിനും ഇത്തരത്തിലുള്ള സങ്കടങ്ങളാണ് മോത്തി പറയാനുള്ളത്. സ്വാമിദാസ് മാത്രമല്ല, ഞാൻ നേരത്തെ അവിടെ നമ്മൾ ഇന്നലെ മുണ്ടക്കൈ അങ്ങാടിയിൽ നിന്നതിൻ്റെ മുകളിൽ കണ്ട മുകളിലും വീടിനായിരുന്നു ലീലേച്ചിയെ കണ്ടു. ലീലേച്ചി പറയുന്നത് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുലർച്ചെ ഇറങ്ങിപ്പോകുന്നുണ്ട് മാത്രം ഞങ്ങൾ 6 പേര് കടന്നു പോന്നു. ഞങ്ങൾ വരുമ്പോൾ ആ വലിയ പലയിടത്തും വലിയ ഒഴുകിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് കഷ്ടിച്ച് കടന്നു പോന്നു എന്നാണ് പറയുന്നത്. അവരുടെ അയൽവീടുകൾ മുഴുവൻ നഷ്ടമായി.